കഴിഞ്ഞ 17 വർഷമായി പ്രതിദിനം 100-ലേറെ പേർക്ക് നോമ്പ് തുറക്കാൻ അവസരമൊരുക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട് കാസർഗോഡ്. നെല്ലിക്കുന്ന് ലജ്നത്തുൽ ഇഫ്താർ കൂട്ടായ്മ. 8 പേർ ചേർന്ന് തുടങ്ങിയ സംഘം പിന്നീട് ഒരു നാടിന്റെ ഒത്തുചേരലായി മാറി. ഏതാനും ചെറുപ്പക്കാരുടെ മനസ്സിലുടലെടുത്ത ആഗ്രഹമായിരുന്നു നെല്ലിക്കുന്ന് പ്രദേശത്തുള്ളവരെ ഉൾക്കൊള്ളിച്ച് ഒരു മേശയ്ക്ക് മുന്നിലിരുത്തി ഇഫ്താർ ഒരുക്കുക എന്നത്. കഴിഞ്ഞ 17 വർഷത്തിനുള്ളിൽ കൂട്ടായ്മ വിപുലമായി. ദിവസവും 300-ലധികം പേർക്കാണ് നെല്ലിക്കുന്ന് ലജ്നത്തുൽ ഇഫ്താർ കൂട്ടായ്മ നോമ്പ് തുറക്കാൻ അവസരമൊരുക്കുന്നത്. കാരക്കയും സർബത്തും സമൂസയും കഞ്ഞിയും ബിർണിയും ഉൾപ്പെടുന്നതാണ് നോമ്പുതുറ വിഭവങ്ങൾ. മഗ്രിബ് ബാങ്ക് വിളി ഉയരുമ്പോൾ മേഖലയിലെ മുഴുവൻ ആളുകളും ഒന്നിച്ചിരുന്ന് നോമ്പ് തുറക്കും. ഇവിടെ പള്ളിയിൽ വരുന്ന സിയാറത്തിന് വരുന്ന ആൾക്കാർക്കുള്ള ഒരു നോമ്പുതുറ ഒരു സംവിധാനം ഒരുക്കുക. അതോടൊപ്പം നാട്ടിലെ ആൾക്കാർക്ക് പള്ളി നിസ്കാര സമയത്ത് കൃത്യത എടുത്താനുള്ള ഉദ്ദേശം വെച്ചാണ് ഈ നോമ്പുതുറ സംഘടിപ്പിച്ചത്. 2008 ഞങ്ങൾ കുറച്ച് ആൾക്കാർ 5-8 ആൾക്കാർ കൂടിയിട്ട് രൂപം കൊടുത്ത ഒരു സംഘടനയാണ് ലജ്നത്തുൽ ഇഫ്താർ. തങ്ങളുപ്പാപ്പ മഖാം കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ. നീണ്ട 16 വർഷത്തിലേറെയായി ഇവിടെ ഈ നോമ്പുതുറ പരിപാടി ലജ്നത്തുൽ ഇഫ്താർ സംഘം എന്ന പേരിൽ ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വളരെ നന്നായി നടത്തിക്കൊണ്ട് പോരുകയാണ്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഒരുക്കിയത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ ജമാഅത്ത് കമ്മിറ്റി ഇതിനെ കാണുന്നത്. ജമാഅത്ത് കമ്മിറ്റി ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും സഹകരണവും പിന്തുണയും എല്ലാ നിലയിലും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് നടന്നു പോവുകയാണ്. നെല്ലിക്കുന്നിപ്പുറത്ത് നിന്നും വിശ്വാസികൾ നോമ്പ് തുറക്കായി ഇവിടേക്ക് എത്തുന്നുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.